ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക്ക് ഓവർ തിങ്കിങ് അഥവാ അമിതമായ ചിന്ത എന്നതാണ്. അപ്പോൾ ഈ അമിതമായ ചിന്ത നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക, കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ അമിതമായ ചിന്ത എന്നത് ഒരുവിധപ്പെട്ട നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക്. അപ്പോൾ നമ്മുടെ ലോകമെന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ വീടും ചുറ്റുപാടുമായിരിക്കും, വല്ലപ്പോഴും ആയിരിക്കും നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ വീട്ടിൽ നമുക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് ചുമ്മാ ഇരിക്കുമ്പോൾ ആണ് ഈ അമിതമായ ചിന്ത വരുന്നത്. അത് പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ സമാധാനം വരെ ഇല്ലാതാക്കാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുക. അതിന് നമ്മൾ എന്തെല്ലാം ചെയ്താൽ അതിനൊരു പരിഹാരമാവുമെന്നൊക്കെ നമ്മൾ തന്നെ സ്വയം കണ്ടുപിടിച്ചിട്ട് അത് സോൾവ് ചെയ്യണം ആദ്യം വേണ്ടത്. അപ്പോൾ നമ്മൾ പലപ്പോഴും വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് ചിന്തകൾ മനസ്സിൽ വരുന്നത്. അപ്പോൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുക, ചെറിയ രീതിയിലും ഗാർഡനിങ് ഒക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ മൈൻഡിലുള്ള ചിന്ത പതിയെ പതിയെ മാറും. എപ്പോഴും നമ്മൾ ഒരു കാര്യം മാത്രം ആലോചിക്കുക, നമ്മളായിട്ട് മെനഞ്ഞെടുത്ത ചിന്തകളാണോ അതോ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് നമ്മൾ ആദ്യം തന്നെ നമ്മളോട് തന്നെ സ്വയം ചോദിക്കുക. അപ്പോൾ അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടും. അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലല്ല എന്നുള്ളൊരു കാര്യം പോലും നമ്മളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അതുപോലെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണോ അതൊരു വെള്ള പേപ്പറിൽ എഴുതുക. എന്നിട്ടത് കത്തിച്ച് കളയുകയോ കീറിക്കളയുകയോ ചെയ്യുക. ഇത് നമ്മുടെ മനസ്സിന് വളരെയധികം ആശ്വാസം ലഭിക്കുന്ന ഒന്നാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇനി ഫ്യൂച്ചറിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയാനും പറ്റില്ല. അപ്പോൾ പ്രസൻറ്റിൽ എന്താണോ നടക്കുന്നത് ആ ഒരു മൊമെൻറ്റ് നമ്മൾ ഹാപ്പി ആയിരിക്കുക എന്നതാണ് പ്രധാനം. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സിനിമകൾ കാണാം, നമ്മുടെ മക്കളോടൊപ്പം പുറത്തു പോവാം. ഇതിലൂടെയൊക്കെ നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. നമ്മളെപ്പോഴും ഒരു കാര്യം മാത്രം ആലോചിക്കുക, നമ്മൾ വെറുതെ ചിന്തിച്ചിരുന്ന് നമ്മുടെ ശരീരത്തിനും മനസ്സിനുമായിരിക്കും പ്രശ്നങ്ങളുണ്ടാകുക. വെറുതെ ചിന്തിച്ചിരുന്നുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളൊന്നും മാറ്റം വരാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ ചിന്തിച്ചു കൂട്ടിയതുപോലെ വേറെ ആരും ചിന്തിച്ചു കൂട്ടിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ വെറുതെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. കാരണം നമ്മളെ വീട്ടു ജോലികൾ നടക്കില്ല, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടില്ല. എപ്പോഴും ഒക്കെയാണ് നമ്മളിൽ മടി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറും. അപ്പോൾ നമ്മൾ തന്നെ സ്വയം തിരിച്ചറിയുക. എപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങളെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും തന്നെയായിരിക്കും പ്രശ്നം. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ തടയാനുള്ള ഒരു എളുപ്പമാർഗ്ഗം എന്നത് നമ്മൾ തിരക്കിലാകുക എന്നതാണ്. നമ്മൾ എത്രത്തോളം എൻഗേജ്ഡ് ആയിരിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ മനസ്സിലുള്ള അമിത ചിന്തകളും ഇല്ലാതാകും. വീട്ടുജോലികൾ, വ്യായാമം, അതുപോലെ തന്നെ പുസ്തകങ്ങൾ വായിക്കുക, ഇതുമല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് കാര്യവും ആയിക്കോട്ടെ. ചിലവർക്ക് ഡാൻസ് കളിക്കുന്നതായിരിക്കും ഇഷ്ടം, മറ്റു ചിലർക്ക് പാട്ട് പാടുന്നതായിരിക്കും. ഇനി ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്നവരുണ്ടാവും. അതുപോലെ തന്നെ കുക്കിങ്ങിൽ പല പല കുക്കിംഗ് ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന അമിതമായ ചിന്ത നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. അതിനെ നമ്മൾ വഴിതിരിച്ച് വിടുകയാണ് ചെയ്യുന്നത്. വെറുതെ നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഓരോ ചിന്തകൾ വരുന്നത്. നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കുക, കഴിവതും എൻഗേജ്ഡ് ആയിരിക്കുക. അതിലൂടെ നമുക്ക് അമിതമായ ചിന്ത ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഓവർ തിങ്കിങ് അഥവാ അമിതമായ ചിന്ത എന്നത് നമ്മൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ശീലമല്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ ദിവസവും വരുത്തിയാൽ മാത്രമേ നമുക്ക് ഇതിലൂടെ അമിതമായ ചിന്ത മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനുമായി ഒരുപാട് ചിന്തിച്ചു കൂട്ടിയ ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താണ് ഞാൻ എൻ്റെ ഓവർ തിങ്കിങ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കതിന് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും സാധിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും പാസ്റ്റോ ഫ്യൂച്ചറോ നോക്കണ്ട, അത് നമ്മൾ നോക്കിയിട്ട് ഒരിക്കലും കാര്യമില്ല. കാരണം പ്രസൻറ്റ് എന്താണോ ആ ഒരു മൊമെൻറ്റ് നമ്മൾ ഹാപ്പി ആയിരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളിലൂടെ ഈ ഓവർ തിങ്കിങ് എന്നുള്ളൊരു കാര്യം മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വെള്ളിയാഴ്ച ഇരുന്ന് കാണാം. താങ്ക് യു.